ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. എന്നത്തെ പോലെ തന്നെ ഇത് രാവിലെ തന്നെ ചായ ഉണ്ടാക്കി. പിന്നെ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇടിയപ്പം കിഴങ്ങറി ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അങ്ങനെ ഇടിയപ്പത്തിന് ഞാൻ മാവൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ അതെടുത്ത് ഞാൻ പീച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ അപ്പുറം തന്നെ കിഴങ്ങറി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. പിന്നെ പിള്ളേർ രണ്ടുപേരെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് വന്നപ്പോഴത്തേക്കും ഇടിയപ്പവും കറിയും റെഡിയായി. അങ്ങനെ പിള്ളേർക്ക് കൊടുത്തു. അവർക്ക് ഫുഡ് കൊടുത്തിട്ട് വന്നിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ അലക്കാനിട്ടു. അങ്ങനെ അടിച്ചു വാരി പാത്രം കഴുകി. അപ്പോഴത്തേക്കും ഉച്ചയായിട്ടോ. ചോറ് വെച്ചായിരുന്നു, കറി വെച്ചു. ഇനി മീനും കൂടെ വറുക്കാനുണ്ട്. മീൻ വറുക്കാനിട്ടിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ വല്യമ്മ ഉണ്ട്, പിന്നെ ഞാനും പിള്ളേരും. മാമായും പിള്ളേരും അമ്മായൊക്കെ പാലക്കാട് പോയി. മാമയുടെ ഇളയ മോൻ്റെ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടി. അവന് പാലക്കാട് കോളേജിലാട്ടോ കിട്ടിയത്. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാട്ടോ പോവാറ്. പിന്നെ പിള്ളേർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം പോവാഞ്ഞത്. അപ്പോൾ ഇനി ഇൻഷാല്ലാ അവനെ ആക്കാൻ പോകുമ്പോൾ പോകാമെന്ന് ഓർത്ത്. അങ്ങനെ പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്ത് സിയാപ്പിനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കിടത്തി ഉറക്കി. അന്ന് ഐശുട്ടിൻ്റെ മുടി കെട്ടാന്ന് ഓർത്ത് ഐശുട്ടിനെ പിടിച്ചിരുത്തി ഈരി നോക്കിയപ്പോഴത്തേക്കും ഒരു വിധത്തിൽ ഈരാൻ പറ്റില്ല. എൻ്റെ പൊന്നോ, ഭയങ്കര ചട. പിന്നെ ഒരു വിധം എങ്ങനെയൊക്കെ ആ ചടയൊക്കെ മാറ്റിയത് മുടി ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാൻ എന്തോരം പാടുപെട്ട്. എന്നാൽ പിന്നെ ഇനി അഴിച്ചിട്ടാൽ വീണ്ടും ചടയാക്കുമെന്ന് ഓർത്തു. പിന്നെ മുടി കെട്ടി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ചായ ഇട്ടു. ചായ കുടിക്കുക ഞങ്ങൾ. അപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് എണീറ്റു. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് പോയിരുന്നു. മുറ്റത്ത് പോയിരുന്നപ്പോഴത്തേക്കും മഴ പെയ്തു. മഴയെന്ന് പറഞ്ഞാൽ വലിയ മഴയില്ല, ചെറിയൊരു ചാറ്റൽ മഴ വന്നു. അതപ്പം തന്നെ മാറുകയും ചെയ്തു. എന്തോ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു ഒറ്റപ്പെട്ടൊരു ഫീല്. എല്ലാവരും ഉള്ളപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ കൂട്ടം കൂടി ഇരുന്ന് വർത്താനം പറയാറാ പതിവ്. ഞാൻ ചെല്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല വിഷമമുണ്ടായി. പിന്നെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇനി പിള്ളേർക്കൊന്നും കൂടെ ബുദ്ധിമുട്ട് കൂടണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാൻ പിന്നെ പോകാതിരുന്നു. മഴ പെയ്യുന്ന കണ്ടപ്പോൾ ഐശുട്ടി പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കുടയും കൊണ്ട് നടക്കാൻ പോയിട്ട് വരാം. അപ്പോൾ പിന്നെ ഞാനും ഓർത്ത്, കൊച്ചു പറഞ്ഞില്ല എന്നാൽ ചുമ്മാ ഇവിടെ കുത്തിയിരിക്കണ്ടല്ലോ, ചുമ്മാ നടന്നിട്ട് വരാന്ന് ഓർത്ത്. ആരെ പോടുന്നുണ്ട്? ചേച്ചി 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 ഈ ചേച്ചി എവിടെ പോഴായിരിക്കും? ചേച്ചി നോക്കിയൊന്നു. ചേച്ചിക്ക് ഡിമാൻഡാണ് ഗൈസ്. അങ്ങനെ നടപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് അടുക്കളയൊക്കെ ഞാൻ ഒതുക്കി പെറുക്കിയൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞ് ഇക്കായിന്ന് വരൂല. ഇക്കായും വരൂല, അവരും വരൂല. എന്നാൽ പിന്നെ നമുക്ക് കിടക്കാമല്ലോ, നോക്കിയിരിക്കാൻ ആരും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പിള്ളേരെ മേലൊക്കെ കഴിച്ച് സെറ്റാക്കി വന്നു. ബെഡൊക്കെ കുടഞ്ഞ് വൃത്തിയാക്കി ഇട്ടു. എത്ര കുടഞ്ഞാലും പിന്നെ കിടക്കാറാകുമ്പോൾ ഒന്നും കൂടെ കുടഞ്ഞിട്ടേ ഞങ്ങൾ കിടക്കാറുള്ളൂ. എന്തായാലും വീഡിയോ കാണാൻ നിന്നേലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.